ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 68 റിവ്യൂ ആണ്. ഈ സീസണിലെ ഏറ്റവും മികച്ച എപ്പിസോഡ്, ഏറ്റവും മികച്ച ലൈവ്. BB+ങ്ങളുടെ കണ്ടെങ്കിൽ മാത്രമേ എപ്പിസോഡ് മാത്രം കാണുന്ന ആളുകൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ എന്തായിരുന്നു ഇന്നലത്തെ ദിനം എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഈ സാബുമോൻ ഉണ്ടല്ലോ, സാബുമോൻ നമ്മുടെ സീസൺ ഫസ്റ്റിൻ്റെ വിന്നർ. സാബുമോൻ ഏത് സീസണിൽ വന്നാലും പുള്ളിയുടെ പണി വൃത്തിയായിട്ട് ചെയ്യും. അത് പണി ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, പുള്ളിയായിട്ട് വളരെ ജെനുവനായിട്ട് ഹൗസിൽ ഇടപെടും. തമാശകളിലൂടെ, അല്ലെങ്കിൽ ചില ക്രിറ്റിസിസത്തിലൂടെ, അല്ലെങ്കിൽ ചില കളിയാക്കലിലൂടെ കൃത്യമായിട്ട് കണ്ടസ്റ്റൻസിന് പുള്ളിയിൽ നിന്ന് ഹിൻഡുകൾ എടുക്കാൻ പറ്റും. പുറത്തെ കാര്യങ്ങൾ അതേപടി ഇവിടെ കൊണ്ടുവന്ന് കുട്ടുന്ന മണ്ടൻ ചലഞ്ചേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഫിൽട്ടർ വെച്ചിട്ട് പുള്ളി പറഞ്ഞു കൊടുക്കും. അത് ബുദ്ധിയുള്ള ഗെയിമേഴ്സിന് ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ സാബുമോൻ ഒരു സീസണിൽ വരിക എന്ന് പറയുന്നത് അവിടെയുള്ള ഗെയിമേഴ്സിന് ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. എത്രത്തോളം അവരതിനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വെളുപ്പിനെ 4 മണി 5 മണി വരെയുള്ള ഷാനവാസിൻ്റെ സാബുമോൻ്റെയൊക്കെ ഒരു ഡിസ്കഷൻ BB+ലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ BB+ കൂടെ കാണണമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സീസണിലെ ഏറ്റവും മികച്ച എപ്പിസോഡും ലൈവും ഒക്കെ ആയിട്ട് ഇത് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടാസ്ക് ലീഡ് ചെയ്തത് ആരാണ്? ആര്യൻ എന്ന് പറയുന്ന ഗെയിമറെ ആളുകൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇന്നലത്തെ ടാസ്ക് വഴി ഉണ്ടായി. പിന്നെ അതിലും വലിയൊരു കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയത് ബിഗ് ബോസ് കുറച്ചും കൂടെയൊക്കെ ഇറങ്ങി പണിയെടുക്കണം. ഇന്നലത്തെ എപ്പിസോഡിൽ, ഇന്നലത്തെ ടാസ്കിൽ ഇറങ്ങി പണിയെടുത്ത ബിഗ് ബോസിനെ നമ്മൾ കണ്ടു. കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഒരു ടാസ്കിൽ ഭാഗമായി അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് കൂടി ഹെൽപ്പ് ചെയ്തു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക് നിർമ്മിച്ച് അവർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് അത് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് കറക്റ്റായിട്ട് കൊടുത്തൂടെ? അത് കൊടുക്കാതെ വെറുതെ മറ്റേ പെൻസിൽ വട്ടം, അതേപോലെ തന്നെ തവളച്ചാട്ടം പോലെയുള്ള പരിപാടികളൊക്കെ കൊടുത്തിട്ട് ഇവർ കളിക്കുന്നില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്താണ് കാര്യം? കുറച്ചും കൂടെ ടാസ്കിലൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യൂ. ഇന്നലത്തെ ടാസ്ക് എന്ത് ബ്രില്യൻ ടാസ്ക് ആയിരുന്നു. കാരണം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു അതുല്യ അവസരമാണ് കണ്ടസ്റ്റൻസിന് കിട്ടുന്നത്. എന്നാൽ ആരും കാണാതെ ഒളിച്ച് കഴിക്കണം. കുറച്ച് ആളുകളെ കൂടെ കൂട്ടാം, അവർക്കും ഭക്ഷണം കൊടുത്ത് അത് കഴിപ്പിച്ച് മുന്നേറണം. ആളുകളെ കൂടെ കൂട്ടുക, ആരെ സെലക്ട് ചെയ്യണം എന്നീ ചിന്തകൾ, അതിലെ പ്ലാനിങ്, അതിലൂടെയൊക്കെ നമുക്കൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ബ്രില്യൻസ് അളക്കാൻ വേണ്ടി പറ്റും. കാരണം അത് ഓൾമോസ്റ്റ് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതിനകത്ത് അക്ബറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഷാനവാസിനെ ചിലപ്പോൾ ആരും എടുക്കില്ല. നെവിൻ ഞാൻ തുടക്കം മുതൽ തന്നെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഈ ഒരു ടാസ്ക് അനൗൺസ് ചെയ്ത് ആരും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം കണ്ട സമയത്ത് തന്നെ ഫസ്റ്റ് പ്രിഫറൻസിൽ ഞാൻ നെവിനെ കുറിച്ചിട്ട് ആലോചിച്ചതാണ്. കാരണം നെവിൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യും. അതേപോലെ തന്നെ പുള്ളിക്ക് കഴിച്ച് തീർക്കാൻ പറ്റും. അതേപോലെ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഒളിച്ച് ഭക്ഷണം വയ്ക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് കഴിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ അറിയാവുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സെലക്ഷൻ ഓക്കെ ആയിരുന്നു. ലക്ഷ്മി ഒരു ഫുഡിയാണ്. ആരും കാണാതെ 3-4 കേക്ക് പീസൊക്കെ എടുത്ത് കഴിക്കാനായിട്ടുള്ള ഒരു ടാലൻ്റൊക്കെ പുള്ളിക്കാർക്ക് ഉണ്ട് എന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിലടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലക്ഷ്മിയെ കൂട്ടിയത് ഓക്കെയാണ്. പക്ഷേ ഷാനവാസിനെ ടാസ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് അക്ബറിൻ്റെ ഒരൊറ്റ വിട്ടി മൈൻഡ് സെറ്റ് കൊണ്ടാണ്. അക്ബറിന് ഇതുവരെ ഷാനവാസിനെ മനസ്സിലായിട്ടില്ലേ? അക്ബർ എന്ന് പറയുന്ന ഒരു ഗെയിമറെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അക്ബറിന് ഷാനവാസിനെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാനവാസിന് ഒരൊറ്റ സ്ട്രാറ്റജി ഉള്ളൂ, പിന്നിൽ നിന്ന് കുത്തുക. ഒരാളുടെ കൂടെ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോവുക, എന്നിട്ട് മറ്റൊരാളെ കിട്ടുന്ന സമയത്ത് ഇയാളെ പിന്നിൽ നിന്ന് കുത്തുക. സാബുമോൻ്റെയൊക്കെ കൂടെയുള്ള ഗെയിം ഡിസ്കഷനിൽ ഷാനവാസ് സ്വയം മാസാകാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന അനീഷിനെ അത്രയധികം അധിക്ഷേപിക്കുകയാണ്. ഈ അനീഷ് ഒരു മണ്ടൻ ഗെയിമറാണ്, അനീഷ് ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു ഗെയിമറാണ് എന്ന് പറയാനായിട്ട് ഷാനവാസിന് എന്ത് ഗെയിമുണ്ട്? ഷാനവാസിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഷാനവാസ് എന്തോ വലിയ ഹീറോ ആണ്, വലിയ നായകനാണ്. ഭയങ്കര അരോചകമാണ് അയാളുടെ മീശ പിരിക്കലും അയാളുടെ മാസ് കാണിക്കലും ടാസ്ക് നശിപ്പിക്കലും ഒക്കെ. സാബുമോൻ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നെവിനോട് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ടാസ്ക് നശിപ്പിക്കരുത്, മാക്സിമം ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കൃത്യമായിട്ട് ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞാണ്. ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടാസ്ക് നശിപ്പിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുത്ത് താനെന്ത് വലിയ സംഭവമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത്? ഷാനവാസ് ഇന്നലെ മുതൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടാസ്ക് മനോഹരമാക്കിയത് താനാണ്, നശിപ്പിച്ചതല്ല, അതൊരു തൻ്റെ ഗെയിമാണ്. ഷാനവാസിൻ്റെ ഫാൻസും പറയുന്നത് മൈൻഡ് ഗെയിം ആണെന്നൊക്കെയാണ്. എന്ത് മൈൻഡ് ഗെയിം? ആരും മൈൻഡ് ചെയ്യാത്തൊരു ഗെയിം, ഒരു മൈൻഡും ഇല്ലാത്തൊരു ബ്രെയിനും ഇല്ലാത്തൊരു ഗെയിം, വിഡ്ഢി ഗെയിം എന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഒരു ടാസ്കിൽ കൂടെ വെളിവായ ഒരു കാര്യമുണ്ട്, ഷാനവാസിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരുടെങ്കിലും കൂടെ പോയി അയാളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരു ഗെയിമേ ഷാനവാസിന് പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് ചിന്തിച്ച് കളിക്കേണ്ട ബുദ്ധിപരമായിട്ടുള്ള ടാസ്കിൽ വരുന്ന സമയത്ത് പുള്ളി പാനിക്കാവുകയാണ്. പുള്ളിയോട് ഈ ഒരു ടാസ്ക് പറഞ്ഞ സമയത്ത് പുള്ളിയുടെ കിളി പോയിട്ട് പുള്ളിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ആദ്യം വിചാരിക്കുന്നത് പുള്ളിയെ പറ്റിക്കാനാണോ, രണ്ടാമത് വിചാരിക്കുന്നത് വേറെ ആർക്കെങ്കിലും ഗുണം കിട്ടുന്ന ഒരു ടാസ്ക്കാണോ. പുള്ളി അങ്ങ് പാനിക്കായിട്ട് പുള്ളി എപ്പോഴും പേടിച്ചോടിപ്പോയി പെങ്ങളുട്ടികളോട് പറയുകയാണ്. പേടിച്ചു പോയി പറയുന്നതാണ്, അല്ലാതെ പെങ്ങളുട്ടികൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണോ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഗെയിം കളിച്ചിട്ട് മുന്നേറാമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണോ? ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു ഗെയിമറാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് ഒറ്റയ്ക്ക് പൊളിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആ ഒരു ഗെയിം കളിക്കാനായിട്ടുള്ള വഴികൾ ആലോചിക്കും. ഇത് ഓടിപ്പോയി കണ്ട ആൾക്കാരോടൊക്കെ പറയുകയാണ്.
കണ്ട ആൾക്കാരോടെല്ലാം കൂടെ പറഞ്ഞിട്ട് അവർ കളിക്കാൻ വേണ്ടിയാണോ ഷാനവാസ് ഉദ്ദേശിക്കുന്നത്? ഷാനവാസിന് വയ്യ. ഷാനവാസിന് ഈ പറയുന്ന ഒരു ഐഡിയയും കിട്ടത്തില്ല. നെവിൻ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഈ എട്ടും പൊട്ടും ചെയ്യാത്ത ഷാനവാസിനെ കൂട്ടാതെ നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഞാൻ വീണ്ടും പറഞ്ഞു, അത് അക്ബറിൻ്റെ ഒരു മണ്ടത്തരമാണ്. ഷാനവാസിൻ്റെ ഒരു ഗെയിം എന്താണ്? ഗെയിമല്ല, പുള്ളിയുടെ ഒരു തഞ്ചം എങ്ങനെയാണ്. പുള്ളി തഞ്ചത്തിൽ ആളുകളുടെ കൂടെ അങ്ങോട്ട് നിന്നിട്ട് അവരെ ബാക്ക് സ്റ്റാബ് ചെയ്ത് കളയും, അവരെ നിശബ്ദരാക്കി കളയും. ഇപ്പോൾ ആദില നൂറയിലെ ആദിലയ്ക്ക് ഷാനവാസിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. അത്ര മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള, അത്ര വൃത്തികേടുകൾ പറയുന്ന ഷാനവാസിനെ വളരെ പ്രോഗ്രസീവ് എന്ന് അഭിനയിക്കുന്ന ആദില സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു ബോണ്ടാണ് പോലും എന്നാണ് പറയുന്നത്. അക്ബറിന് എന്താണ് പറ്റിയത്? അക്ബർ ഷാനവാസിൻ്റെ ഒരു മികച്ച എതിരാളിയായിട്ടാണ് ഷാനവാസ് കാണുന്നത്. ശത്രുവിനെ പോലെയാണ് നോക്കി പെരുമാറുന്നത്. എന്നാൽ അക്ബറിന് തിരിച്ച് ഷാനവാസിനെതിരെ കളിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ആദ്യ ദിവസങ്ങളിൽ അക്ബർ തനിക്കെതിരെ ഗെയിം കളിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഷാനവാസ് ഈ അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ പുള്ളകുട്ടി പരാധീനങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള കഥകൾ പറഞ്ഞു, താൻ വയ്യാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പതി പിടിച്ചു പറ്റി. അപ്പം അക്ബറിന് ഗെയിം കളിക്കാൻ പറ്റുമോ? ഇക്കയ്ക്ക് വയ്യ, ഇക്കയ്ക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞാണ്. എന്നിട്ട് അയാളോട് ഭയങ്കര സിമ്പതിയായി. എന്നിട്ട് അക്ബർ അത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അയ്യോ, ഇയാളൊരു നിഷ്കളങ്കനാണെന്ന് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ആദിലയ്ക്കും അനീഷിനും എല്ലാം പറ്റിയ അബദ്ധം തന്നെയാണ് അക്ബറിന് പറ്റുന്നത്. അതുകൊണ്ടാണ് അക്ബർ ഈ ഒരു ടാസ്കിൽ ഷാനവാസിനെ ഒരു ഗെയിമറായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഷാനവാസിനെ ഗെയിം അതിൻ്റെ പൾസിലെടുക്കുന്ന ഒരു ഗെയിമറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ബോധവേ അക്ബറിനുള്ളൂ എന്നുണ്ടെങ്കിൽ അക്ബർ എങ്ങനെയാണ് ഒരു മികച്ച ഗെയിമറായിട്ട് മാറുന്നത്? ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയും ശരിക്കും പറഞ്ഞാൽ ഗെയിമിന് വട്ടവിടുന്ന തരത്തിലേക്കുള്ള സംഗതികളൊക്കെ ആയിരുന്നു. കാരണം സീസണിലെ നായകൻ ആരാണ്, സീസണിലെ വില്ലൻ ആരാണ്, സീസണിലെ വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആരാണ് എന്നുള്ള ഒരു ടാസ്ക്കായിരുന്നു രാവിലെ കണ്ടസ്റ്റൻസിന് നൽകിയത്. അപ്പോൾ നെവിൻ പറയുന്നു നായകൻ ഷാനവാസാണ്, വില്ലൻ അക്ബറാണ്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അനീഷാണ്. ലക്ഷ്മി പറയുന്നത് അനീഷാണ് നായകൻ, അനീഷ് അങ്ങനെ ഒരു നായകനെ പോലെയൊക്കെ പെരുമാറുകയാണ്, വില്ലൻ ഷാനവാസാണ്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആദിലാണ്. അപ്പോൾ ലക്ഷ്മി ആ ഒരു പോയിന്റ് പറയുന്നുണ്ട്, അനീഷിനെ ഷാനവാസ് ഉപയോഗിക്കുകയാണ്. ആര്യൻ അനുമോളെയാണ് നായകൻ നായികയ്ക്കാക്കുന്നത്, അക്ബറിനെ വില്ലനാക്കുന്നു, നൂറെ ബാക്ക്ഗ്രൗണ്ട് സൈഡ് ആർട്ടിസ്റ്റ് ആക്കുന്നു. നൂറെ കൃത്യമായിട്ട് ആളുകൾ സൈഡ് ആർട്ടിസ്റ്റ് ആക്കിയത് നൂറയ്ക്ക് മനസ്സിലായി. അതിൻ്റെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ കണ്ടത്. അനീഷ് നെവിനെ ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഹീറോ ആയി ഫേക്കായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് നെവിൻ എന്ന് അനീഷ് പറയുന്നു. വില്ലൻ ആദിലയാണ്, സാബുമോൻ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നു. ഷാനവാസ് സാബുമോനെ നായകനോട് ഉപമിക്കുന്നു, നെവിനെ വില്ലനോട് ഉപമിക്കുന്നു, ലക്ഷ്മിയെ സൈഡ് ആർട്ടിസ്റ്റിനോട് ഉപമിക്കുന്നു. അത് മറ്റേ പ്യുവർ ഹെയ്റ്റ് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളിലും ലക്ഷ്മി ഇടപെട്ടിട്ട് പോയിന്റുകളൊക്കെ പറയുമല്ലോ. ഇക്കൊക്കെ ആ ഒരു പോയിന്റുകളൊന്നും ഇഷ്ടമില്ല, ആ ഒരു ലോജിക്കൊന്നും പുള്ളിക്ക് അങ്ങോട്ട് വർക്കാവത്തില്ല. അതിൽ അനുമോളെയാണ് നായികയാക്കുന്നത്, എങ്ങനെ നിൽക്കണമെന്നറിയാം എന്നുള്ളതാണ് അനുമോളെക്കുറിച്ചിട്ട് അതിൽ പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് അനീഷിനെ പറയുന്നു, ബിന്നിയെ വില്ലനായിട്ട് ചിത്രീകരിക്കുകയാണ്. ബിന്നിക്ക് കത്തി കുത്താനും അറിയാം, അത് ഊരാനും അറിയാം എന്നുള്ളതാണ് ആദിലയുടെ വാദം. സാബുമോൻ വില്ലനായിട്ട് നെവിനെ ചിത്രീകരിക്കുന്നു, ഹീറോ ആയിട്ട് അനുമോളെ ഹീറോയിനായിട്ട് ചിത്രീകരിക്കുന്നു. നൂറയെ വെറും ഒരു സൈഡ് ആർട്ടിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. നൂറ നായികയായിട്ട് അനുമോളെ പറയുന്നു. പക്ഷെ നൂറ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നൂറ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗെയിമറായിട്ട് പാർട്ട്ണർ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കസറിയേനെ. പക്ഷേ എന്ത് ചെയ്യാം, അതിൽ വൻ മാനിപ്പുലേറ്റിംഗ് ആണ്. നൂറയ്ക്ക് കയ്യിൽ ഇഷ്ടം പോലെ പോയിന്റുകളുണ്ട്, വിമർശനങ്ങളുണ്ട്, ഗ്രൂപ്പിൽ നിൽക്കാൻ ഇഷ്ടമില്ല, എന്നാലും അതിൽ സമ്മതിക്കത്തില്ല. നായികയായിട്ട് അനുമോളെയാണ് പറയുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് അങ്ങനെയുള്ള ഒരു ട്രാക്ക് മാറ്റി പിടിച്ച് മുന്നേറുന്ന ഒരാളാണ് നമ്മുടെ അനുമോൾ. ശരിയാണ്, ഇപ്പോൾ കരച്ചിൽ വരാറില്ലേ? പെട്ടെന്ന് കരയുന്ന അനുവിന് ഇപ്പോൾ കരച്ചിൽ വരാറില്ലേ? ഇത്രയൊക്കെ സ്ട്രോങ് ആക്കുമോ, മെൻ്റലി സ്ട്രോങ് ആക്കുമോ ബിഗ് ബോസ് ഹൗസ്? എനിക്കറിയത്തില്ല. അതൊരു സ്ട്രാറ്റജി ആയിട്ട് നൂറയ്ക്ക് തോന്നുന്നുണ്ടാവാം. വില്ലനായിട്ട് നെവിനെയാണ് പറയുന്നത്. നെവിൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗെയിമറായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഇവർ പട്ടായ ഗേൾസ് എന്ന് വിളിക്കുന്ന ഈ സ്ത്രീകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവരുടെ കൂടെ ഇരുന്ന് അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് തട്ടിപ്പും വെട്ടിപ്പും കുത്തിത്തിരിപ്പുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന നെവിനെയായിരുന്നു അവർക്കിഷ്ടം. അതുകൊണ്ട് നെവിനെ ഒരു വില്ലനാക്കുകയാണ്. അതിലെ വെറും ഒരു സൈഡ് ക്യാരക്ടറായിട്ട് നൂറ പറയുകയാണ്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് പറയുകയാണ്. എല്ലാത്തിനും അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോൾ പറയുന്നതിനൊക്കെ കൂടെ നിന്ന് അനുമോളെ ആശ്വസിപ്പിച്ച് മുന്നോട്ടേക്ക് സമാധാനിപ്പിച്ച് പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റ്. അത് ഒരു സ്വയം വിമർശനമായിട്ട് ആദില എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗെയിമിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കാരണത്തിൽ ആദില പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിൽ വരുന്ന ഒരു മാറ്റം അത്ര നന്നായിരിക്കും. ഞാൻ ആദില പുറത്തേക്ക് പോകാനായിട്ട് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അക്ബർ നായകനായിട്ട് ഷാനവാസിനെ പറയുകയാണ്, അവിടെയും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? അയ്യോ, ചെറിയൊരു മെയിൽ ഷോമിനിസ്റ്റ് ലാൻസിനേ ഉള്ളൂ ഷാനവാസിനെ എന്നുള്ളതാണ് അക്ബർ പറയുന്നത്. നായകനായിട്ട് ഇക്കേനെ ആക്കുകയും വേണം, എന്നാൽ ഇക്കയെ അങ്ങോട്ട് തീരെ മോശക്കാരനാക്കാനും പറ്റത്തില്ല. അക്ബറിൻ്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് വയ്ക്കണേ. ഷാനവാസ് ഒരുമാതിരി ഗെയിം കളിച്ച് അക്ബറിനെയും പറ്റിച്ച് ഭണ്ഡാരമടക്കി. പക്ഷെ അതൊരു ഗെയിമാണോ? അയാളുടെ പുള്ളകുട്ടി പരാധീനം ആരോഗ്യാവസ്ഥ പറഞ്ഞിട്ടാണ് അക്ബറിനെ ഇങ്ങനെ നൈസായിട്ട് മാനേജ് ചെയ്ത് നിർത്തിയേക്കുന്നത്. വില്ലൻ നെവിനാണ്. മാറി മാറി കളിച്ച് നിൽക്കാനായിട്ട് നെവിൻ അറിയാം. അതങ്ങനെയാണല്ലോ, വില്ലൻ ആദ്യം പോസിറ്റീവായിട്ട് നായകനൊപ്പം നിൽക്കും, പിന്നീട് നെഗറ്റീവായി മാറും, അങ്ങനെയാണ്. നൂറയെ വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആക്കാനായിട്ടേ കൊള്ളത്തുള്ളൂ. തൻ്റെ ഒരു സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും
ഇവിടെ നൂറയെ മെയിൻ ആക്കില്ല. ഇനി നമുക്ക് എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. അതിനുശേഷം BB Plusലെ ചില കാര്യങ്ങളും കൂടെ പറയുമ്പോൾ ടോട്ടൽ ആ ഒരു ദിനത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് തോന്നിയില്ല, അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രെയിനെ ചലഞ്ച് ചെയ്യുന്ന പരിപാടികൾ ഞാൻ അധികം ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം 22-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. 22-ാം തീയതിയാണോ? 22-ാം തീയതി യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണയെങ്കിലും എനിക്ക് കഴിഞ്ഞ തവണത്തെ ഇതുപോലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. വലിയ മെനക്കേടാണ്, പഠിച്ച് എഴുതിയെടുക്കാൻ വലിയ പാടാണ്, ഒട്ടും മാർക്കൊന്നും കിട്ടത്തില്ല. പണ്ടൊക്കെ ഈ LLB ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും കൂടി ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പറ്റണില്ല. അറ്റൻഡൻസും അസൈൻമെൻറ്റും ബാക്കി പ്രസൻറ്റേഷനും എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഇൻറ്റേർണൽ മാർക്ക്, അറ്റൻഡൻസ് ഒന്നും എനിക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാറില്ല. അറ്റപ്പറ്റ പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ളതേ ഞാൻ ഒപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് ആ മാർക്കില്ല. പ്രസൻറ്റേഷനൊക്കെ പിന്നെയും കുറച്ചും കൂടെ കിട്ടും. പിന്നെ അസൈൻമെൻ്റ് ഒന്നും അങ്ങനെ വലിയ കിട്ടത്തില്ല. ഇൻറ്റേർണൽ എക്സാം വൻ തോൽവിയാണ്, അതിനും കിട്ടത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ എടുക്കണം. ഇപ്പോൾ ഈ യൂട്യൂബ് ഇതുപോലുള്ള പരിപാടികൾ, ബിഗ് ബോസ് റിവ്യൂ, ഇതുകൊണ്ടൊന്നും നമുക്ക് ദീർഘകാലം ജീവിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ ജീവിച്ചാൽ പോരല്ലോ. ഇപ്പോൾ ഇതൊരു ഓപ്ഷനായിട്ട്, ഒരു വിൻഡോ ആയിട്ട് നമുക്ക് തുറന്ന് കിട്ടിയതുകൊണ്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുറച്ചും കൂടെ ഫിനാൻഷ്യലി ഫ്ലെക്സിബിൾ ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതിനെ നമുക്കൊരു ദീർഘകാല ജോലിയായിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കരിയറും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു അസറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നമ്മുടെ ഈ ഒരു ലൈറ്റിങ്ങോ ക്യാമറയോ അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി പരിപാടികളോ ഒന്നും അല്ലല്ലോ. നമ്മളുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പവറും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെയാണ് വാല്യൂ ചെയ്യപ്പെടുന്നത്. അധികം കാലം ഈ ഒരു പരിപാടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. എനിക്ക് പേഴ്സണലി അത്ര വലിയ താല്പര്യമില്ല. കാരണം ഇതിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിന്നിട്ട് ഒരു പരിപാടിയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. നമുക്കൊരു സൈഡ് പിടിച്ചങ്ങ് പോകാനായിട്ടല്ലേ തോന്നത്തുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ ഒരു സൈഡ് പിടിച്ച് പോയി ആരുടെയും മുന്നിൽ പെടാതെ ഇങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കങ്ങനെ വലിയ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള ഒരു വാശിയോ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ സൈഡിൽ കൂടെ പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിനുതകുന്ന തരത്തിലേക്കുള്ള സ്കില്ലുകൾ ആർജിച്ചെടുക്കുക, പിന്നീട് ഒരു ജോലി ചെയ്ത് ഒരു സാധാരണക്കാരനായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും അങ്ങനെയൊക്കെ പഠിച്ച് ജീവിതത്തിൽ മുന്നേറിയിട്ടുള്ള ആളുകളാണ്. നിങ്ങളിൽ പല ആളുകളും വിശ്രമവേളകളിലൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനും എനിക്കൊരു ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നുള്ളത്, എക്സ്ട്രാ പഠിക്കണം എന്നുള്ളത്. അതിപ്പോൾ ചിലപ്പം പഠിച്ച് തീരത്തില്ല, നമുക്കെപ്പോഴും ആ ഒരു ചിന്തയുണ്ടാവും. എന്നാൽ പഠിക്കാൻ അത്ര വലിയ കഴിവ്, ഒരു അക്കാഡമിക്കലി അത്ര വലിയ കഴിവൊന്നും എനിക്കില്ല. പക്ഷേ എനിക്കിങ്ങനെ ആഡ് ചെയ്ത് പ്രൊഫൈലിൽ ആഡ് ചെയ്ത് പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കും. അത് ചെറിയ എന്തെങ്കിലും ഒരു ഡിപ്ലോമ ആണെങ്കിൽ പോലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതെൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും എക്സാം ആയതുകൊണ്ട് ഈ തവണത്തെ ബിഗ് ബോസ് റിവ്യൂ ഒന്നും ഞാൻ എല്ലാ ദിവസവും ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം എനിക്ക് പഠിക്കുന്നൊന്നും തലയിൽ കയറില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തലയിൽ കയറ്റിയാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു മൊത്തത്തിലൊരു പുകയായിരിക്കും എക്സാമിന് ഇല്ലെന്ന സമയത്ത്. അപ്പം അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് സീക്രട്ട് ടാസ്കുകളിൽ കാണിക്കുന്ന മണ്ടത്തരം ബിഗ് ബോസ് കാണിച്ചില്ല. ഒരാളെ പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ടാസ്ക് കൊടുത്ത് വിടുന്നു. അയാൾ അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആളുകൾ കൈയോടെ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടി ബിഗ് ബോസ് ഇത്തവണ ഉദ്ദേശിച്ചില്ല. അതിനുവേണ്ടി ആദ്യം നൂറെ വിളിക്കുന്നു, അതിനുശേഷം ബിന്നെ വിളിക്കുന്നു, അതിനുശേഷമാണ് ആരിനെ വിളിക്കുന്നത്, നെവിനെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല ആളുകളെ വിളിച്ചതുകൊണ്ട് ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. പക്ഷേ അത് നൂറയ്ക്ക് വലിയൊരു ചതി പോലെ ഫീൽ ചെയ്തു. അത് നമ്മൾ വൈകിട്ട് അവരിരുന്ന് കരയുന്ന സമയത്ത് കേട്ടതാണ്. ബിഗ് ബോസ് അങ്ങനെ വിളിച്ചു, എന്നിട്ട് എന്നോട് സുഖമാണെന്ന് ചോദിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു ടാസ്ക് നടത്താൻ വേണ്ടി വെറുതെ എന്നെ വിളിച്ചതാണോ, വെറുതെ എന്നെ വിളിച്ച് ഉപയോഗിച്ചതാണോ എന്നുള്ളൊരു തോന്നൽ നൂറയ്ക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തോന്നാതിരിക്കാനായിട്ടുള്ള കാരണങ്ങളില്ല. പക്ഷേ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതാണ് ഗെയിം, അങ്ങനെയാണ്. പുള്ളി തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവരുടെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂറുടെയൊക്കെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ ഗെയിമിന് കൂട്ടിയില്ല. എങ്ങനെ കൂട്ടും? അനുമോളുമായിട്ട് കൂട്ടുകൂട്ടി നിൽക്കുന്ന നിങ്ങളെ എങ്ങനെ ആര്യൻ കൂട്ടും? ആര്യൻ ഗെയിമിന് വേണ്ടി അല്ലാതെ ഇപ്പോൾ നിലവിൽ അവരുമായിട്ട് വലിയ സ്നേഹപ്രകടനത്തിന് പോകാറില്ല. ആര്യൻ എല്ലാവരോടും കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഒട്ടും വിശ്വാസമില്ലാത്ത ടീമുകളാണ് അനുമോൾ, ആദില, നൂറ എന്നീ ടീമുകൾ. കാരണം അനുമോളൊക്കെ ആര്യനോട് ചെയ്ത ആ ഒരു കാര്യമൊന്നും ആര്യനൊന്നും മറക്കത്തൊന്നുമില്ല, പ്രേക്ഷകർ മറക്കത്തൊന്നുമില്ല. അപ്പോൾ അവർ കൂട്ടത്തില്ല. അനുവിനെ കൂടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അനുവിനറിയാൻ കൂട്ടത്തില്ല, കാരണം ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ ആദില, നൂറ എന്തിനാണ് വണങ്ങുന്നത്? ആര്യൻ ഗെയിമിന് കൂട്ടിയില്ല, ആര്യൻ തങ്ങളെ വിളിച്ചില്ല. അക്ബറിനെ വിളിച്ചു. അക്ബറിനെ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അക്ബർ മാന്യമായിട്ട്, പ്രേക്ഷകർക്കറിയാമല്ലോ, മാന്യമായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യാതെ
വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനായിട്ട് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. നെവിൻ വന്നപ്പോഴേ ബിഗ് ബോസിനോട് ചോദിക്കുന്നത് സീക്രട്ട് ടാസ്ക് ആണോ ബിഗ് ബോസ്, എനിക്ക് തരുമോ സീക്രട്ട് ടാസ്ക്, എനിക്ക് അങ്ങോട്ട് കളിക്കാൻ കൊതിയായി. പക്ഷെ നെവിൻ ആ ഒരു ടാസ്ക് കൊടുക്കുന്നില്ല. ആര്യനാണ് കൊടുത്തത്. കാരണം ആര്യനാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത്. അങ്ങനെ കോയിൻ കിട്ടാനായിട്ടുള്ള ഗെയിം കളിച്ചത് ആരാണ്? അത് നെവിനാണ്. അത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ആര്യന് ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് വളരെ രസകരമായിട്ടുള്ള ടാസ്ക്കാണ്. ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. ആരും അറിയാതെ ഫുഡ് കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെക്കും. അത് ആരും അറിയാതെ എടുത്ത് കഴിക്കണം. ആരും അറിയാതെ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. ആദ്യം തന്നെ വന്നത് എന്തോ ജംബോ ബർഗർ എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആര്യനത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തതൊക്കെ വളരെ രസകരമാണ് കേട്ടോ. പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് പറയരുത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടോണം, എന്നെ ഒഴിവാക്കണം, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അവിടെ അപ്പോൾ കോഴി പറപ്പറ കളിക്കാൻ വേണ്ടി ആര്യനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യനാണെങ്കിൽ ആ ഒരു വലിയ ബർഗറും കഴിച്ച് പറക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോകുന്നത്. ആര്യൻ ആ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്ത് ഭയങ്കര രസമാണ് കേട്ടോ. തൻ്റെ കയ്യിലുള്ള ഓറഞ്ച് എടുത്ത് വെച്ചിട്ട് ഓറഞ്ച് കഴിക്കുന്നു എന്നുള്ള വ്യാജേന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വ്യാജേന ബർഗറൊക്കെ കഴിച്ച് മുന്നോട്ടേക്ക് പോയി. അതിനൊട്ടും പ്രതീക്ഷയില്ല രണ്ടാമത് ഇനി വീണ്ടും ഫുഡ് വരും, അല്ലെങ്കിൽ ടാസ്കിലേക്ക് വേറെ ആളുകളെ കൂട്ടേണ്ടി വരും എന്നുള്ളത്. ബിഗ് ബോസ് ആര്യന് ഫോണിൽ കൂടെ നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ തവണ ഒരു കമ്പാനിയനെ കൂട്ടണം. പിസ്സയാണ് വന്നിരിക്കുന്നത്. 2 ആളുകൾ ആരും കാണാതെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു തീർക്കണം. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നോക്കുകയേ വേണ്ട. ആര്യൻ അക്ബറിനെ വിളിക്കുകയാണ്. അക്ബർ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പോലെയല്ല, പെട്ടെന്ന് കൺവിൻസ്ഡ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് പേടിയൊന്നുമില്ല. അക്ബർ ഏത് റിസ്ക് എടുക്കാനായിട്ട് റെഡിയാണ്. ബാക്കിയുള്ള ആളുകളെ പോലെ എന്നെ പറ്റിക്കുമോ, അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ, ആരിന് ഗുണം കിട്ടുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. അക്ബർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരോടിപ്പോയി ആ ഒരു പിസ്സ എടുക്കുന്നു. പിസ്സ ആണെങ്കിൽ പോക്കറ്റിലിടുന്നു. അക്ബറിൻ്റെ ഏറ്റവും വലിയ പരാതി ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഒരു ഘട്ടങ്ങളിലൊക്കെ നെവിനെ പ്രതീക്ഷിച്ചു കേട്ടോ. കാരണം നെവിനായിരുന്നുണ്ടെങ്കിൽ അവർക്കത് കുറച്ചും കൂടെ നൈസായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി തന്നെ. അവസാന ഘട്ടത്തിലെങ്കിലും നെവിനെ വിളിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആര്യൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകരോടും അക്ബറിനോടും പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അക്ബറിനെ വിളിച്ചത്, നീ വലിയ വായുള്ളവനാണ്, വലിയ വായുള്ള ആൾക്ക് പെട്ടെന്ന് ഫുഡ് കൊണ്ടുപോകാനായിട്ട് പറ്റുമായിരിക്കുമല്ലോ ആര്യൻ്റെ ഒരു കണ്ടുപിടുത്തങ്ങൾ. നീ പറ്റിക്കില്ല, നീ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണ്, നീ പറ്റിക്കില്ല, അതേപോലെ തന്നെ നിനക്ക് എന്നെ വേണം, ആര്യനോട് താല്പര്യമുണ്ട് എന്നുള്ളതാണ് ആര്യൻ പറയുന്നത്. അക്ബർ അങ്ങനെ ആ ഒരു ഫുഡ് ആര്യനോടൊപ്പം ചേർന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ സിനിമാ പേര് കളിക്കാൻ വേണ്ടി ആദിലെ വിളിക്കുന്നു. വീണ്ടും അവർക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു കുടിക്കാനും കഴിക്കാനുമുള്ള വസ്തുക്കൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ തവണ 2 ആളുകളെ കൂടെ കൂട്ടണം. അപ്പോൾ അക്ബറിന് ആര്യൻ്റെ ഭാഷയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അക്ബർ തിരിച്ചു ചോദിക്കുകയാണ്. അക്ബർ ഉൾപ്പെടെ 2 ആളുകളെ ആഡ് ചെയ്യണം എന്നുള്ളതാണോ പറഞ്ഞത്? ആര്യനാകെ കൺഫ്യൂസ്ഡായി. ബിഗ് ബോസ് അവിടെയും കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. അല്ല, ഇനി 2 പേരെയും കൂടെ കൂട്ടണം. അങ്ങനെ ടോട്ടൽ 4 പേര് ആവണം. അങ്ങനെ അവർ സാബുമോനെ വിളിക്കുകയാണ്, ലക്ഷ്മിയെ വിളിക്കുകയാണ്. അതിനിടയിലേക്കൊക്കെ വരുന്നുണ്ട്. സാബുമോൻ ആദ്യം വിശ്വസിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്? അതും ഈ ഒരു ടാസ്ക് കേൾക്കുന്ന സമയത്ത് അവർക്ക് പ്രാങ്ക് ആണെന്നല്ലേ തോന്നത്തുള്ളൂ. അമ്മയെ പിടിച്ച് സത്യം ഇട്ടപ്പോഴത്തേക്ക് സാബുമോൻ വിശ്വസിക്കുകയാണ്. നെവിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ലക്ഷ്മിയെ അവിടെ നിന്ന് വിളിക്കാനായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലക്ഷ്മിയെ വിളിക്കുന്നു. ലക്ഷ്മി വിശ്വസിക്കുന്നില്ല. ലക്ഷ്മി ഒടുക്കത്തെ ഗെയിമറാണല്ലോ. ഒടുക്കത്തെ ഗെയിമേഴ്സിന് ഇങ്ങനെയുള്ളതൊക്കെ പ്രാങ്കാണെന്നുള്ള തോന്നലുണ്ടാവുമല്ലോ. കുറേ പറഞ്ഞതിന് ശേഷം അമ്മയെ പിടിച്ച് സത്യം കിട്ടതിന് ശേഷമാണ് ലക്ഷ്മിയും വിശ്വസിക്കുന്നത്. അപ്പോൾ ആര്യൻ ലക്ഷ്മിയോട് പറഞ്ഞൊരു കാര്യം എടുത്ത് നമ്മൾ കേൾക്കണം. നീ വലിയ ബുദ്ധിമാനായതുകൊണ്ടൊന്നുമല്ല, 4 പേരെ കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. ആര്യൻ ദേഷ്യപ്പെട്ട് പറഞ്ഞാണെങ്കിലും രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതിനുശേഷം കിട്ടിയ കുറേ ഫുഡ് KFC അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ആര്യനെടുത്ത് നിക്കറിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. നിക്കറിൽ വെച്ച് ആ ഒരു ഫുഡ് കഴിക്കാൻ ലക്ഷ്മിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ KFCയും അതേപോലെ തന്നെ സ്പ്രൈറ്റും കഴിച്ചും കുടിച്ചും തീർക്കാനായിട്ട് അവർ കാര്യമായിട്ട് കഷ്ടപ്പെട്ടു. കാരണം സ്പ്രൈറ്റ് കൊടുക്കുന്ന സമയത്ത് മറ്റേ ഒച്ചയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മറ്റ് പാത്രങ്ങളിലേക്ക് പകർത്തിയൊക്കെ അവരത് കഴിക്കുന്നുണ്ട്. സാബുമോനും ലക്ഷ്മിക്കും ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഈ സ്പ്രൈറ്റ് മൊത്തത്തിൽ കുടിക്കാൻ താല്പര്യമില്ല. അത്ര ഷുഗറിയാണല്ലോ സ്പ്രൈറ്റ്. വീണ്ടും 2 ആളുകളെ ബിഗ് ബോസ് ആഡ് ചെയ്യാനായിട്ട് പറയുകയാണ്. ഓരോ തവണ ഭക്ഷണത്തിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 2 ആളുകളെ ആഡ് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് അക്ബർ അവിടെ ഷാനവാസിനെ പറയുകയാണ്, ബിന്നിയെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിന്നി നല്ലൊരു സെലക്ഷനാണ്. കാരണം ബിന്നി അങ്ങനെ ആളുകളെ എനിക്ക് തോന്നുന്നില്ല ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ ഗെയിമിന് വേണ്ടി തനിക്കെതിരായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരി അത് പറയും. പക്ഷേ ഇങ്ങനൊരു ഗെയിമിൽ പിന്നെ വിശ്വസിക്കാം എന്നുള്ളത് എനിക്കപ്പോൾ തോന്നിയിരുന്നു. എന്നാൽ ഈ ഷാനവാസിന് പകരം നെവിനെ എടുക്കുക എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ബർ ന്യായീകരിക്കുന്നത് ഗെയിമിൻ്റെ പൾസിൽ എടുക്കുമ്പോൾ ഷാനവാസ് ഇത് ആരോടും പറയില്ല, എസ്പെഷ്യലി ആ ഒരു ഗേൾസിനോടൊന്നും പറയില്ല. ആദില, നൂറ, അനു എന്നിവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഷാനവാസാണ് അവരെക്കാളിലും ഏറ്റവും വലിയ വിശ്വാസവഞ്ചകൻ എന്നുള്ളത് അക്ബറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പുതിയ 2 ആളുകളും കൂടെ വരുന്ന സമയത്ത് ടോട്ടലി 6 ആളുകളാവും. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, ഇത്തവണ ജീവനുള്ളൊരു പ്രോപ്പർട്ടിയും ഉണ്ട്, ഫുഡുമുണ്ട്. ജീവനുള്ള പ്രോപ്പർട്ടിയെ ഒളിപ്പിച്ച് വെക്കണം നിങ്ങൾ.
ഒളിപ്പിച്ച് വെക്കേണ്ടത് ചെറിയൊരു മനുഷ്യനാണ്. ചെറിയ മനുഷ്യനല്ല, സാബുമോനാണ്, തരികട സാബുവാണ് ഒളിപ്പിച്ച് വെക്കപ്പെടേണ്ട മനുഷ്യൻ. പിന്നെയും ഈ ഒരു ടാസ്ക് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അക്ബർ പോവുകയാണ്. ഷാനവാസിന് എന്ത് കാണിച്ചിട്ടും വിശ്വാസമില്ല. ആരെങ്കിലും മെനക്കെട്ട് പോയി ഷാനവാസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഷാനവാസ് എന്തൊരു മണ്ടനാണ്, മണ്ടൻ ഗെയിമർ എന്നുള്ളത് ഈ ഒരു ടാസ്കിലെ ഷാനവാസിൻ്റെ പെർഫോമൻസ് കണ്ട സമയത്ത് മനസ്സിലായി. പുള്ളി പാനിക്കായി പോയി. അയ്യോ ടാസ്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുമോ, എന്നെ പ്രാങ്ക് ചെയ്യുവാണോ, അവർക്ക് ഗുണം ഉണ്ടാവുമോ, അയ്യോ ഇതെനിക്ക് ആരോടെങ്കിലും പറയണേ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നാലുപാട് ഓടുകയാണ്. ഓടിപ്പോയി, നെക്സ്റ്റ് മൊമെൻറ്റിൽ ഓടിപ്പോയി പെങ്ങളുകുട്ടികളോട് പറയുകയാണ്, വെറും വൃത്തിയായിട്ട് ഒരു ഗെയിം കളിക്കുന്ന ഒരു ആൾ, ഇയാളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിനെ സമ്മതിക്കണം. എന്നിട്ട് നാളെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെങ്ങളുകുട്ടികൾ സ്ത്രീകളാണെന്നോ അല്ലെങ്കിൽ പെൺകുട്ടികളാണോ എന്ന് പോലും കൺസിഡർ ചെയ്യാതെ മഹാമോശമായിട്ടുള്ള അയാളുടെ മേൽശോനസ് ഇവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ശ്രമം കൂടെ നടത്തും. ബിഗ് ബോസ് ചോദിക്കുകയാണ് ഷാനവാസ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? കാരണം ഷാനവാസിൻ്റെ അടുത്തു നിന്ന് ആ ഒരു ഗെയിമൊന്നും ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഷാനവാസിനെ കൂട്ടിയത് അബദ്ധമായി എന്നുള്ളത് ബിഗ് ബോസിന് തന്നെ തോന്നി. അതുവരെ ആകാംക്ഷയോടെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ആ ഒരു ടാസ്ക് ഇങ്ങനെ നാശത്തിലേക്ക് പോകാൻ തുടങ്ങിയാണ് ഷാനവാസ് വന്നപ്പോഴത്തേക്ക്. ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. അത്ര നല്ല ആകാംക്ഷയോടെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ടാസ്ക് ഷാനവാസ് ഇങ്ങനെ കൊളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. തകർന്നു പോവും ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ബിഗ് ബോസ് പറയുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മനുഷ്യനുണ്ട്, ഭക്ഷണം പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് മനുഷ്യനെ ഒളിപ്പിക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് നെവിനോട് ഷാനവാസ് പറയുന്നു. നെവിനോട് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ ചങ്ക് തകർന്നു പോയില്ലേ. അപ്പോഴും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് ചതിക്കില്ല, അവരോട് പോയി പറയില്ല. ബിന്നി പറയുന്നുണ്ട് ഷാനവാസ് ആദിലോടൊക്കെ പോയി പറയും. ഒന്നും വിടാതെ ഷാനവാസ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ പറഞ്ഞതെന്നുള്ളത് പുള്ളി തെറ്റാതെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ടാസ്ക് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഷാനവാസ് ഈ ഒരു ടാസ്ക് കേട്ടപ്പോൾ അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് അവരുടെ അടുത്ത് കൂടി പോയി പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഏതായാലും അങ്ങനെ അവർ മനുഷ്യനായിട്ടുള്ള ആളെ ആദ്യം കൊണ്ട് ഒളിപ്പിക്കുകയാണ്. അവർ വിജയകരമായിട്ട് ഫുഡ് പുറത്ത് കൊണ്ടുവന്നു. ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് മനുഷ്യനെ ആരിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. സാബു മോനെ നമ്മുടെ സ്മോക്കിംഗ് ഏരിയയിൽ ഒളിപ്പിക്കുകയാണ്. സാബു മോൻ അവിടെ കംഫർട്ട് പോരാ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങവർക്ക് അവിടെ നല്ല കംഫർട്ടാണ് എന്നുള്ളത് എത്ര സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വെറുതെ നിൽക്കാനായിട്ട് പുള്ളിക്ക് കംഫർട്ട് പോരാ. അവിടെ നിന്നിട്ട് സീറ്റ് വലിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, പുക പുറത്തേക്ക് പോകുമ്പോൾ ആളെ പിടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കംഫർട്ട് പോരാന്ന് പറഞ്ഞപ്പോൾ ആര്യൻ്റെ ചില കോമഡികൾ. അയാളാരാണ്, അക്ഷയ് കുമാറിൻ്റെ മോനോ, അവർക്ക് മനസ്സിലായില്ലല്ലോ സാബുമോനാണോ എന്നുള്ളത്. കംഫർട്ട് പോരുന്നോ, നീ കാരവാൻ കൊണ്ടുവന്നിട്ട് കൊടുക്ക് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആര്യൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒളിച്ചു പോകേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലാണ്. ഇതിനുശേഷം അക്ബർ നൈസായിട്ട് സാബുമോനെ ഇങ്ങനെ ആര്യൻ്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അനു അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ബാക്കിൽ നിന്ന് നോക്കിയപ്പോൾ അനുവിന് മനസ്സിലായില്ല. പിന്നെ എല്ലാ ആൾക്കാരോടും പറഞ്ഞതിന് ശേഷമാണ് അവർ ബാത്റൂമിൽ ഇയാളെ എക്സ്പെക്റ്റ് ചെയ്ത് അവിടെ പോയിട്ട് അയാളെ പുറത്തിറക്കുന്നതൊക്കെ. എല്ലാവരോടും ഷാനവാസ് പോയി പറഞ്ഞു കൊടുത്തു. ഷാനവാസിൻ്റെ ഗെയിം ചേഞ്ചിങ്, എന്ത് ഗെയിം ചേഞ്ചിങ്, ഒരു ഗെയിം നശിപ്പിച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അനു അപ്പോൾ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. ബാത്റൂമിൻ്റെ ഡോർ മുട്ടുന്നു. അപ്പോൾ അനുവിന് തോന്നുന്നു ഇവിടെ ആരോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. ലക്ഷ്മിയുടെ ആക്ടിംഗ് ഒക്കെ അവിടെ ചെറിയ രീതിയിൽ പൊളിയുന്നുണ്ട്. അപ്പോൾ സാബു അണ്ണനാണ് എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ അവർക്കുണ്ട്. അങ്ങനെ സാബു അണ്ണൻ അവസാനം അടുത്തിട്ട് കക്കൂസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ബിഗ് ബോസ് അങ്ങനെ ലിവിങ് ഏരിയയിൽ സാബുവിനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അനൗൺസ് ചെയ്യുകയാണ്. ഈ ടാസ്ക് അതിഗംഭീരമായിട്ട് ആയരൻ ആൻഡ് ടീം ചെയ്തു. അതേപോലെ തന്നെ ഷാനവാസിനെ പോലുള്ള ആളുകളൊക്കെ ആ ഒരു ടാസ്ക് കുളവാക്കിയതിൻ്റെ സന്തോഷത്തിൽ അവിടെ ഇരിക്കുകയാണ്. നെവിനാണെങ്കിൽ ആകെ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. കാരണം ആര്യൻ ആ ഒരു പവർ കൊടുത്തതും ആര്യൻ അങ്ങനെ ഒരു ടാസ്ക് കിട്ടാനായിട്ടുള്ള വഴി ഉണ്ടാക്കിയത് നെവിനാണ്. എന്നിട്ട് നെവിന് ഈ ഒരു ടാസ്കിൽ കൂട്ടിയില്ല എന്നുള്ളത് നെവിന് അത്ര വിഷമമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു സീക്രട്ട് ടാസ്ക് എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എനിക്കും അതിനകത്ത് ഒരു ചെറിയ വിഷമം തോന്നി. പക്ഷേ ആരിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ബ്രില്യൻസ് കാണിക്കേണ്ട ഗെയിമാണ്. അവിടെ കൂടെ വരുന്ന ആളുകളുടെ ആ ഒരു തീരുമാനങ്ങൾക്കനുസരിച്ച് നിന്നില്ല എങ്കിൽ, അവരെ പിണക്കാതെ പോയില്ല എന്നുണ്ടെങ്കിൽ ടാസ്ക് കുളമാവും. അപ്പോൾ അക്ബർ ഷാനവാസിനെ പറയുകയാണ്, കൂടുതൽ ആളുകൾ ഷാനവാസിനെ പറയുകയാണ്, നെവിനെ വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതിനുശേഷം സാബുമോൻ അവിടെ ഹൗസിലെല്ലാ ആളുകളോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. സാബുമോൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ ആ ഒരു സംഘത്തെക്കുറിച്ചിട്ടും കുരുതി കൂട്ടത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പോയി ബാക്കിയുള്ള ആളുകൾ പോയി അത് അക്ബറിൻ്റെ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് സാബുമോൻ ഇങ്ങനെ ചെറിയ രീതിയിൽ പറയുന്നത്. അപ്പോഴത്തേക്ക് ഷാനവാസ് അങ്ങോട്ട് കത്തി കയറുകയാണ്, അവിടെ കിടന്ന് മെഴുകുകയാണ്. ഷോനവാസ് അങ്ങോട്ട് ആക്റ്റീവായിട്ട് മെഴുകുന്ന കുറേ രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാബു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിച്ചാൽ തമ്മിലടിയായി പോകും. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് കളിച്ചാലേ യുദ്ധം ഉണ്ടാവത്തുള്ളൂ. അത് കറക്റ്റ് ഒരു പോയിന്റാണ്. പക്ഷേ അക്ബറിന് മുന്നത്തെ ആ ഒരു കമൻറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഷാനവാസിൻ്റെ അമ്മയ്ക്ക് വിളിച്ചു എന്നുള്ള തോന്നലിൽ ഷാനവാസ് ആര്യനെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അവിടെ കിടന്ന് മെഴുകുന്നതും ഒക്കെയാണ്. എന്നെ ഒരു ഊള ഗെയിമറാണെന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. വെറുതെ മെഴുക്കൽ,
ഇമാതിരി കിടന്ന് ഊളത്തരം കാണിക്കുന്ന ഹീറോയിസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് ഉണ്ട് എന്നൊക്കെ ഷാനവാസ് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടാവും കേട്ടോ. ഷാനവാസിനൊക്കെ നായിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇയാൾക്കാണ് VR ഉള്ളത്. അല്ലെങ്കിൽ ഇയാളെയൊക്കെ ഇപ്പോഴും ഈ ഒരു ഗെയിം വെച്ചിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്യുമോ? അടി മൂത്ത് കഴിയുമ്പോൾ ബിഗ് ബോസ് ഇവരെ ലിവിങ് ഏരിയയിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. ആദില അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അവിടെ ആദില ഷാനവാസിനെ അടിച്ച ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദിലയുടെ സ്റ്റാൻഡ് അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. കാരണം ആദിലയ്ക്ക് ഷാനവാസിനെതിരെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഭയങ്കര സോഫ്റ്റ് കോർണറാണ്. ആ ഒരു ഗെയിമിൽ ആദില വീണ് കിടക്കുകയാണ്. ഇതിനുശേഷം സാബുമോൻ ഹൗസിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്ന രംഗങ്ങളാണ് BB+ൽ നമ്മൾ കണ്ടത്. അനു വെറുതെ കളിക്കാൻ വന്നതല്ല, വാങ്ങിക്കുന്ന ശമ്പളത്തിന് ജോലി എടുക്കാൻ വന്നതാണ്, കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി, ബിഗ് ബോസിന് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എന്നെ പ്രാഗോ ആവോ, 4 പ്രാക്ക് ഇപ്പോൾ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് അനുവിനെ കുറച്ച് ഒന്ന് കൊണ്ടു. അനുവിന് കാര്യങ്ങൾ മനസ്സിലായി. ആ ഒരു പ്രാക്ക് പരിപാടി എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അനുവൊക്കെ ഒന്ന് കയറി വരും. അനുവൊക്കെ ഇപ്പം സീനിലുണ്ടോ? കുറച്ച് ഫാൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ അനു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാബ് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, രാവിലെ എഴുന്നേറ്റ് നോക്കുക, ആർക്കെതിരെ കളിക്കണമെന്ന് വിചാരിക്കുക. ഒരാൾക്ക് 10 പേരെ വെച്ചിട്ട് കളിക്കാനായിട്ട് ഉണ്ട്. ഇതിനുശേഷം BB+ൽ നമ്മൾ കണ്ടത് ആദില, നൂറ എന്നിവർ സംസാരിക്കുന്ന കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദിലയെ മൊത്തത്തിൽ നൂറയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല, ഗെയിമർ എന്നുള്ള നിലയിൽ കേട്ടോ. പേഴ്സണലി ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗെയിമർ എന്നുള്ള നിലയിൽ ആദില വന്നൊരു തോൽവിയാണെന്ന് നൂറയ്ക്ക് മനസ്സിലായി. ഒന്ന്, അനുവിൻ്റെ വാലേ നടക്കുന്നു, അനുവിനെ ഇങ്ങനെ പൊക്കിയടിച്ചുകൊണ്ട് നടക്കുന്നു. അതേപോലെ തന്നെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്നു, ഓവറായിട്ട് ദേഷ്യം കാണിക്കുന്നു. അത് ചില ആളുകളോട് മാത്രം. എന്നാൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു, അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ള ഗ്രൂപ്പ് കളി. ആദില സമ്മതിക്കുന്നില്ല നമ്മൾ ഗ്രൂപ്പാണെന്നുള്ളത്. അപ്പോൾ ആദില പറയുന്നു അവർ പറയുകയാണ് നമ്മൾ ഗ്രൂപ്പ് കളിയാണെന്ന്. അപ്പോൾ നൂറ ചോദിക്കുന്നു നമ്മൾ ഗ്രൂപ്പല്ലേ? അല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ആദില പറയുന്നുണ്ട്. ഗ്രൂപ്പ് കളിയാണെന്ന് തന്നെയാണ് നൂറ പറയുന്നത്. ആ ഒരു കളി നൂറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതേപോലെ ബിഗ് ബോസ് രാവിലെ കൺഫെഷൻ റൂമിൽ വിളിച്ച് അങ്ങനെ പറ്റിച്ചത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ സിബ്ലിങ്സിനെ കാണണം, മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നൂറ ആ ഒരു കൺഫെഷൻ റൂമിൽ പറഞ്ഞിരുന്നു കേട്ടോ. അത് കേട്ട കാര്യമാണല്ലോ നിങ്ങൾ. അങ്ങനെയൊക്കെ ചോദിപ്പിച്ച് എന്തിനാണ്, അങ്ങനെയൊക്കെ പറയിപ്പിച്ച് എന്തിനാണ് എന്നുള്ളൊരു മൈൻഡൊക്കെയാണ് നൂറയ്ക്ക്. അപ്പോൾ ഇവിടെ ഈ ആദില നൂറ അതൊരു വലിയ ബ്ലോക്ക് ഗെയിമാണ്. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ഔട്ടാക്കി വിടണം. ഒന്നെങ്കിൽ നൂറെ വിടണം, അല്ലെങ്കിൽ ആദിലെ വിടണം. ഗെയിം നന്നാക്കണമെന്നുണ്ടെങ്കിൽ ആദിലെ അടിച്ചു വിടുന്നതായിരിക്കും നല്ലത്. പക്ഷെ എങ്ങനെ ഇവർ പുറത്തു പോകും എന്നുള്ളതാണ് അറിയത്തില്ലാത്തത്. ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ദിനം മനോഹരമായിട്ട് കഴിഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇന്ന് ഏതായാലും അതിനേക്കാളും കിടിലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നന്ദി.